നമസ്കാരം. വീണ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ. വലിച്ചെറിയൽ വിരുദ്ധ ക്യാമ്പയിന് കരുത്തായി നാഷണൽ സർവീസ് സ്കീം അംഗങ്ങളും. മാലിന്യവും പാഴ്വസ്തുക്കളും വലിച്ചെറിഞ്ഞാൽ കുട്ടികളുടെ ക്യാമറ കണ്ണുകൾ ദൃശ്യങ്ങൾ പകർത്തും. സംസ്ഥാനമൊട്ടുക്ക് 4000-ഓളം യൂണിറ്റുകളിൽ 3.5 ലക്ഷം NSS വളണ്ടിയർമാർ കണ്ണികളാകും. ജനുവരി 15-നകം ഏറ്റവും കൂടുതൽ പരാതികൾ റിപ്പോർട്ട് ചെയ്യുന്ന യൂണിറ്റിന് ജില്ലാതലത്തിൽ പാരിതോഷികം. ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ സമാപനം മാർച്ച് 30-ന്. രാജ്യത്ത് HMPV സ്ഥിരീകരിച്ചതിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലനിൽക്കുന്നില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വൈറസ് ആദ്യമായല്ല റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് മന്ത്രി. വൈറസിനെ നേരിടാൻ കേരളം സുസജ്ജമെന്നും പ്രഖ്യാപനം. ആതുര സേവന രംഗത്ത് മുളങ്ങുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി നടത്തുന്നത് ഏറെ പ്രശംസനീയ പ്രവർത്തനമെന്ന് മന്ത്രി. വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. നവീകരിച്ച 2 ലെക്ചർ ഹാളുകൾ തുറന്നു. മുണ്ടത്തിക്കോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇനി കുടുംബാരോഗ്യ കേന്ദ്രം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും വൻ കഞ്ചാവ് വേട്ട. മംഗലാപുരം എക്സ്പ്രസിൽ നിന്ന് 4.5 കിലോ കഞ്ചാവ് പിടികൂടി. ജനറൽ കമ്പാർട്ട്മെന്റിൽ സഞ്ചിയിലായിരുന്നു ലഹരി ഉൽപ്പന്നം. പ്രതി കാണാമറയത്ത്. വാളയാർ ചെക്ക് പോസ്റ്റിൽ 7 കിലോ കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിൽ. KSRTC ബസ്സിലായിരുന്നു കഞ്ചാവ് കടത്തൽ. പേരാമംഗലത്ത് വീടിന്റെ പോർച്ചിൽ കിടന്നിരുന്ന ഇന്നോവ കാർ മോഷണം പോയതായി പരാതി. കണ്ണംകുമരത്ത് വളപ്പിൽ രാമചന്ദ്രന്റെ വീട്ടിൽ നിന്നാണ് ഇന്നോവ മോഷണം പോയത്. പേരാമംഗലം പോലീസിൽ പരാതി. അന്വേഷണം ആരംഭിച്ച് പോലീസ്. സംസ്ഥാനത്ത് ബുധനാഴ്ച തൃശൂർ ഉൾപ്പെടെ 8 ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. 10-ന് 5 ജില്ലകളിലും 11-ന് 7 ജില്ലകളിലും മഴ സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം ദിശ തെറ്റിയോടിയ കാർ വിതച്ചത് വൻ അപകടം. ഇടതുവശത്തിലൂടെ ചരക്ക് ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ലോറിയിലും പാതയോരത്ത് നിർത്തിയിട്ട കാറിലും ഇടിച്ചു നിന്നു. ചേലക്കര സ്വദേശിയുടെ കാറിന്റെ ഇരുവശവും തകർന്നു. അപകട ദൃശ്യങ്ങൾ വീണ ന്യൂസിൽ. സംവിധായകൻ ബ്ലസ്സിയുടെ ആടുജീവിതം 97ാമത് ഓസ്കാർ അവാർഡിനുള്ള പ്രാഥമിക റൗണ്ടിൽ. മികച്ച സിനിമയുടെ ജനറൽ വിഭാഗത്തിലാണ് തിരഞ്ഞെടുപ്പ്. ജനറൽ കാറ്റഗറിയിൽ ഒരു ഇന്ത്യൻ ചിത്രം തിരഞ്ഞെടുക്കപ്പെടുന്നത് അത്യപൂർവം. പ്രതീക്ഷയിൽ സിനിമാ പ്രേമികൾ. വോട്ടിംഗ് ബുധനാഴ്ച മുതൽ. ഹൈന്ദവ ആചാരങ്ങളെ തകർക്കാൻ വലിയ ഗൂഢാലോചന നടന്നു വരികയാണെന്ന് കൊടകര അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം സ്വാമി ദേവചൈതന്യ സരസ്വതി. തൃശൂർ പൂരം വരെ തകർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് വലിയ നാണക്കേട്. കുൽസിത പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ സർക്കാരും ദേവസ്വങ്ങളും. മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടപ്പുര ഗോപുര സമർപ്പണ ചടങ്ങ് CPM വൽക്കരിച്ചതായി ആരോപണം. ഭക്തജന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം. മഹാരാഷ്ട്ര പൽഗാവിൽ നടന്ന അണ്ടർ 19 വടംവലി മത്സരം. തെക്കുംകര പുന്നമ്പറമ്പ് സ്വദേശിനിക്ക് സുവർണ മെഡൽ. ചിറ്റാട്ടുകര ആൻഡു ലിനി ദമ്പതികളുടെ മകൾ ആഷ്ലീനയാണ് സ്വർണ്ണ മെഡൽ ജേതാവ്. CT ദേവസി സ്മാരക ട്രസ്റ്റ് വസതിയിലെത്തി അനുമോദിച്ചു. മാലിന്യമുക്ത നവകേരളം. കൈപ്പറമ്പ് പഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്താകുന്നതിന് വിപുലമായ ക്രമീകരണങ്ങൾ. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ കുറ്റമറ്റ പ്രവർത്തനങ്ങൾ. 5-ാം വാർഡിൽ ശുചിത്വ ബോധവൽക്കരണ ക്യാമ്പയിൻ. വൈസ് പ്രസിഡന്റ് KM ലെനിൻ ഉദ്ഘാടനം ചെയ്തു. ചുവപ്പ് നാടകൾക്ക് മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന സാധാരണ ജനങ്ങളെ സഹായിക്കുകയാണ് താലൂക്ക് തല പരാതി പരിഹാര അദാലത്തുകൾ കൊണ്ട് സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്ന് മന്ത്രി K രാജൻ. അപേക്ഷകളിൽ പരിഹാരം സാധ്യമാക്കാൻ നിരന്തര ശ്രമം ഉണ്ടാകുമെന്നും പ്രഖ്യാപനം. കുന്നംകുളം താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് നടന്നു. 12 പേർക്ക് പട്ടയവും 20 പേർക്ക് മുൻഗണനാ റേഷൻ കാർഡുകളും വിതരണം ചെയ്തു.